അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇന്ന് നിങ്ങളുമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇഖ്ലാസിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. വളരെ മഹത്വമേറിയതാണ് ഈ സൂറത്ത്. നിഷ്കളങ്കമായ തൗഹീദ് എന്നാണ് ഇഖ്ലാസ് എന്ന പദത്തിൻ്റെ അർത്ഥം. വേറെയും പല പേരുകളും ഈ സൂറത്തിനുണ്ട്. ഇഖ്ലാസ് സൂറത്തിൻ്റെ ധാരാളം പുണ്യങ്ങൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ ജാമിഇൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവയിൽ നിന്ന് ചിലത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇഖ്ലാസിനെ ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആൻ്റെ 1/3 ഓതിയ ഫലമാണ്. അതുപോലെ 3 ഇഖ്ലാസാണ് ഇനി അവൻ ഓതിയതെങ്കിൽ ഖുർആൻ മുഴുവൻ ഓതിയ ഫലമാണ് അവനക്ക് ലഭിക്കുക. അതുപോലെ ഇഖ്ലാസ് 10 ഓതിയാൽ അള്ളാഹു അവന് സ്വർഗാരാമത്തിൽ ഒരു മണിമാളികയൊരുക്കും. ഇനി അഥവാ 11 ആണ് അവൻ ഓതിയതെങ്കിൽ അള്ളാഹു അവന് സ്വർഗ പൂങ്കാവനത്തിൽ ഒരു കൊട്ടാരമൊരുക്കുന്നതാണ്. ഇനി അവനക്ക് 50 ഓതാൻ കഴിഞ്ഞതെങ്കിൽ 50 വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുന്നതാണ്. ഇനി അവൻ 100 നിസ്കാരത്തിലോ മറ്റോ ഓതിയാൽ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ഇനി അവൻ 201 തവണയാണ് അവൻ ഓതിയതെങ്കിൽ 1 നൂറ്റാണ്ടു കാലത്തെ ദോഷങ്ങളെ പൊറുക്കുന്നതാണ്. നിസ്കാരത്തിലെ എല്ലാ റക്അത്തിലും ഇഖ്ലാസ് ഓതിയ ഒരു സ്വഹാബിയോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഇഖ്ലാസ് സൂറത്തിനോടുള്ള മുഹബ്ബത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ നിസ്കാരത്തിൽ ഓതിയതെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. വല്ലയൊരുത്തനും ഞായറാഴ്ച സൂര്യോദയത്തിൽ ഇഖ്ലാസ് 10 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നതെല്ലാം അള്ളാഹു നൽകുന്നതാണ്. ഇഖ്ലാസ് പതിവാക്കുന്നവൻ ഇഹത്തിലും പരത്തിലും സകല പുണ്യങ്ങളും കരസ്ഥമാക്കും. സർവ്വ തിന്മകളും അവനിൽ നിന്ന് അകന്നു പോകുന്നതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ കേട്ടതായ എല്ലാ അമലുകളും വലിയൊരു സ്വാലിഹായി ഒരമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.